ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസിം സാറാണ്. നമ്മുടെ ഓണം എക്സാം 2026 +2 കമ്പ്യൂട്ടർ സയൻസിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. കംപ്ലീറ്റ് നല്ല എളുപ്പമാണെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ക്യുക്കായിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് 1 to 32 ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് കീവേഡ് യൂസ്ഡ് ടു ഡിഫൈനിങ് സ്ട്രക്ചർ. ചാപ്റ്റർ 1-ൽ ഇതന്നെയല്ലേ ചോദിക്കാനുള്ളത്, സ്ട്രക്ചർ അല്ലെ, കീവേഡ് ഈസ് സ്ട്രക്ചർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എൽ വാല്യൂ അവിടെ ട്വിസ്റ്റ് ആക്കി. എൽ വാല്യൂ പറഞ്ഞാൽ ലൊക്കേഷൻ വാല്യൂ ആണ്. ലൊക്കേഷൻ വാല്യൂവിൽ എന്താ ഉണ്ടാവുക, അഡ്രസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അഡ്രസ് എടുക്കുന്നെങ്കിൽ ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കാം, ആംപ്രസന്റ് ഓപ്പറേറ്റർ, അവിടെ ട്വിസ്റ്റ് ആക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ദ ഡാഷ് ഇസ് ബ്ലൂ പ്രിന്റ്. ആ വാക്ക് കണ്ട പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല, ആൻസർ ഈസ് ക്ലാസ് ആണ്. പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാക്ക് ഫോളോസ് ഡാഷ് പ്രിൻസിപ്പിൾ. ഡാഷ് ഓർഡറിംഗ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ക്യൂ. ക്യൂവിന്റെ ഉള്ളിൽ രണ്ട് പാരാമീറ്റർ ആണ്, ഇൻസേഷൻ ഉണ്ട്, ഡിലീഷൻ ഉണ്ട്. ഇൻസേഷൻ നടക്കുന്ന എവിടെ, റിയർ എൻഡ്, ആൻസർ ഈസ് റിയർ. ഇത് ചിലപ്പം കൺഫ്യൂഷൻ ആയിണ്ടാവും അല്ലെ. കോഡ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് 32 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. 6 ക്വസ്റ്റ്യൻ ആൻസർ എനി 5 അല്ലെ. ആൻസർ എനി 5 എന്ന് പറയുമ്പോൾ അതിൽ 6 ഉണ്ടെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടായാലും പ്രയാസമില്ല. കോഡ് എംബഡിങ് ഇൻ HTML പേജ്. HTML പേജിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ക്ലൈന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പറ്റും, അതേപോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് പറ്റും. നമ്മൾ പഠിക്കും, എംബഡഡ് ചെയ്യാം. നമുക്ക് ആ ജാവ സ്ക്രിപ്റ്റിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം, എംബഡഡ് ചെയ്യാം. ആൻസർ എനി 9 ക്വസ്റ്റ്യൻ 7 to 18 ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്ട്രക്ചർ ടാഗ് നെയിം. ടാഗ് നെയിമിന്റെ ആവശ്യം എന്താ, സ്ട്രക്ചർ നെയിം നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം, ഫോർ വേരിയബിൾ ഡിക്ലറേഷൻ ആണ്, വേരിയബിൾ ക്രിയേഷൻ ആണ്. സ്ട്രക്ചറിന്റെ വേരിയബിൾ ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം, സ്ട്രക്ചർ ടാഗ് നെയിം വേണം അല്ലെ. വിത്തൗട്ട് ടാഗ് നെയിം ഒന്നും പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ ടാഗ് അല്ലെ. നമ്മൾ സാധാരണ വേരിയബിൾ ഉണ്ടാക്കല് സ്ട്രക്ചർ ടാഗ് നെയിം വേരിയബിൾ ആണ്, അതേപോലെ ടാഗ് നെയിം വേരിയബിൾ ആണ്. എന്തായാലും ആര് വേണം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്ട്രക്ചർ. വിത്തൗട്ട് ടാഗ് നെയിം നമുക്ക് എന്ത് പറ്റും, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പഠിച്ച 4 പോയിന്റ്സുകൾ ഓർത്ത് വെക്കാം. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം ആണ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ്, നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ. ഇവിടെ ആരാ, ന്യൂ ഓപ്പറേറ്റർ ഉണ്ട്. ഇവിടെ എന്താ, മൂന്നാമത്തെ പോയിന്റ്, നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി ഡി അലോക്കേഷൻ. ഇവിടെ ഡിലീറ്റ് ഓപ്പറേറ്റർ ആണ്. മെമ്മറി പോയിന്റർ ഈസ് നോട്ട് നീഡഡ്, പോയിന്റർ ഈസ് എസെൻഷ്യൽ. മെമ്മറി ലീക്കേജ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൈനാമിക് ആയി ക്രിയേറ്റ് ചെയ്ത മെമ്മറി എങ്ങനെ അവോയ്ഡ് ചെയ്യണം. യെസ്, ഇഫ് ദ ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ഈസ് നോട്ട് ഡി അലോക്കേറ്റഡ്, ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഈസ് ഒക്കേർഡ്, ഇറ്റ് ലീഡ്സ് ടു മെമ്മറി ലീക്കേജ്. ഹൗ ക്യാൻ ഇറ്റ് ബി ഓവർകം, എങ്ങനെ ഒഴിവാക്കാം, പ്രോപ്പർ ഡിലീറ്റ് ഓപ്പറേഷൻ, പ്രൊവൈഡ് പ്രോപ്പർ ഡിലീറ്റ് ഓപ്പറേഷൻ. പോയിന്റർ എവിടെ ഉണ്ടാക്കിയോ അവിടെ എന്ത് കൊടുക്കണം, ഡിലീറ്റ് ഓപ്പറേറ്റർ കൊടുക്കണം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നലത്തെ ലൈവിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ 5 രണ്ട് 5 തമ്മിലുള്ള വ്യത്യാസം, ഇൻറ്റ് സ്റ്റാർ P1 ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 5, ഇൻറ്റ് സ്റ്റാർ P2 ഈക്വൽ ന്യൂ ഇൻറ്റ് ഓഫ് 5. ഇതെന്താ, ഇത് സാധാ ഒരു വേരിയബിൾ ആണ്. ഒരു വേരിയബിൾ വിത്ത് വാല്യൂ 5 ആണ്, വേരിയബിൾ വിത്ത് വാല്യൂ 5. എന്നാ ഇതെന്താ, അറേ ആണ് അല്ലെ, ഇൻറ്റീജർ അറേ ആണ്, ഇൻറ്റീജർ അറേ ഓഫ് സൈസ് 5 ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, കോംപ്ലക്സിറ്റി ഓഫ് പ്രൊസീജറൽ ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ഓറിയന്റഡ് സി പ്രോഗ്രാമിംഗിന്റെ ബുദ്ധിമുട്ട് എന്താ, ഡാറ്റ നോട്ട് സെക്യൂർ ആണ്. നമ്മളെ പോപ്പിന്റെ ഫീച്ചേഴ്സ് ചെയ്താൽ മതി. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ 3 ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, കാണ്ട് മോഡൽ, റിയൽ വേൾഡ് എൻറ്റിറ്റി, ആ എലമെന്റ്സുകൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള എലമെന്റ്സ്, ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആണ്, വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ്, അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ആണ്, അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ എ പെർട്ടിക്കുലർ മാനർ, ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ. സിമിലർ ആവാം അല്ലെങ്കിൽ ഡിസിമിലർ ആവാം. ലോജിക്കലി റിലേറ്റഡ് ഐറ്റംസിന് ഒരു സ്പെസിഫിക് ഓർഡർ, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ഡാറ്റ സ്ട്രക്ചർ. നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ബോർഡിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ്. ഓവർഫ്ലോയും അണ്ടർഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഫുള്ളായി കിടക്കുന്നവിടത്തേക്ക് ആളെ ആഡ് ചെയ്യാം. പ്രോസസ് ഓഫ് ആഡിങ്, ഡാറ്റ സ്ട്രക്ചർ എന്ന് എഴുതിയാൽ മതി അല്ല, സ്റ്റാക്ക് എന്ന് എഴുതണ്ട. പ്രോസസ് ഓഫ് ആഡിങ് വൺ എലമെന്റ് ഇൻ ടു ദി ഡാറ്റ സ്ട്രക്ചർ വിത്ത് ഫുള്ളായി കിടക്കുന്നെങ്കിൽ അതിലേക്കുള്ള അല്ലെ, അതിലേക്കുള്ള അറ്റാക്ക്. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എം ടി ആണ്.
എം ടി ആയിടത്തൊന്ന് റിമൂവ് ചെയ്യുക. പ്രോസസ് ഓഫ് റിമൂവിങ് വൺ എലമെന്റ് ഫ്രം എൻ എം ടി ഡാറ്റ സ്ട്രക്ചർ. 14-ാമത്തെ ക്വസ്റ്റ്യൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഈ വാക്കില്ലാതെ പോവാൻ പാടില്ല. ഹൈഡിങ്. എന്താ ഹൈഡിങ്? എബിലിറ്റി ടു അല്ല പ്രൊവൈഡിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ആവശ്യമുള്ള സാധനം മാത്രം കാണിക്കുക. പ്രൊവൈഡിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് ഇറെലവന്റ് ഡാറ്റാസ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ രണ്ട് ഓപ്പറേഷൻ ഉള്ളൂ. ഒന്ന് പുഷും രണ്ടാമത്തെ പോപ്പും. അതിന്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കാം. എന്താ പുഷ്, എന്താ പോപ്പ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ ടു കമ്മ്യൂണിക്കേഷൻ. ടു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 17-ാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് ഓൺ DNS. എന്താ DNS? ഡൊമൈൻ നെയിം സെർവർ. ഇറ്റ് കണ്ടെയ്ൻ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ IP അഡ്രസ് ആണ്. IP അഡ്രസ് ആണ് എല്ലാത്തിനും, എല്ലാ ഡൊമൈൻ നെയിമിനും ഓരോ വെബ്സൈറ്റിനും അതിന്റെ പേരിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ് ഉണ്ടാവും. അപ്പൊ DNS ക്യാൻ ഹോൾഡ് എന്താ? ഓൾ ഡൊമൈൻ നെയിം ആൻഡ് IP അഡ്രസ് ആണല്ലോ. അപ്പൊ ഞാൻ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ച്, ഞാൻ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനനുസരിച്ച് അതെന്ത് ചെയ്യും? ഇറ്റ് റിട്ടേൺ IP അഡ്രസ്. 18-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടെയ്നർ ടാഗും MT ടാഗും തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടെയ്നർ ടാഗ് എന്നാൽ ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിംഗ് ഉണ്ടാവും. MT ടാഗ് എന്നാൽ ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ കൊടുക്കാം. BR. ഇവിടെ എക്സാമ്പിൾ HTML അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ എന്താണോ ആ എഴുതിയ എക്സാമ്പിൾ ഡെഫിനിഷൻ എഴുതാം. യെസ്. 19-ാമത്തെ മുതൽ 29 വരെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അറേ വേഴ്സസ് സ്ട്രക്ചർ 3 പോയിന്റ്സുകൾ എഴുതണം. ഏതൊക്കെ 3 പോയിന്റ്സ്? ഒന്ന്, അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ആണ്, ഇത് ഡിഫറെന്റ് ആണ്. ഇത് എന്താ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്, ഇത് യൂസർ ഡിഫൈൻഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് അറേനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ അറേനെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതെന്താ? സ്ട്രക്ചർ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്ററാണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ നെസ്റ്റഡ് സ്ട്രക്ചർ വിത്ത് എക്സാമ്പിൾ. ഡയറക്റ്റ് ഇന്നലത്തെ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. എല്ലാം മെജോറിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യടാ. നിങ്ങൾ ഇന്ന് ഈ വീഡിയോന്റെ ശേഷം ഒന്ന് കമന്റ് ചെയ്യും. എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും? 32 എന്തായാലും 25+ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താം. എന്നാ എക്സ്പ്ലെയിൻ നെസ്റ്റഡ് സ്ട്രക്ചർ വിത്ത് ആൻ എക്സാമ്പിൾ. ഉത്തരം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എംപ്ലോയിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഡേറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ഒരു ഡെഫിനിഷൻ ചെയ്താ എ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു എക്സാമ്പിളും വൃത്തിയുള്ള ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കാം. 21-ാമത്തെ ക്വസ്റ്റ്യൻ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റ് സ്ട്രക്ചർ സ്റ്റുഡന്റ്. ഞാൻ എഴുതിയതാണ് ഇന്നലത്തെ സെക്ഷൻ. സ്ട്രക്ചർ സ്റ്റുഡന്റ് എഴുതേണ്ടതെല്ലാം എഴുതി അല്ലെ. എന്തൊക്കെ എഴുതി? ഇന്റ് റോൾ നമ്പർ എഴുതി, നെയിം എഴുതി, എന്നിട്ട് സ്റ്റുഡന്റിന്റെ തന്നെ ഒരു പോയിന്റർ എഴുതി, സ്റ്റുഡന്റ് സ്റ്റാർ P. കണ്ട? സ്റ്റുഡന്റ് സ്റ്റാർ P. ഇങ്ങനെ കൊടുത്താൽ ഇതിനെ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. 22-ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്? ക്ലാസ് എന്ന ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ് ആര്? ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഇൻസ്റ്റൻസ് എന്നുള്ള വാക്കാണ്. ഇവിടുത്തെ മെയിൻ പോയിന്റ് ബ്ലൂ പ്രിന്റ് എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നുള്ള വാക്കാണ്. പ്രോട്ടോടൈപ്പ്. അപ്പൊ രണ്ടുമായി അല്ലെ. റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്റെ കാർ എന്നുള്ളത് ക്ലാസ് ആണ്. എന്നാൽ അവിടെ നോർമൽ ആയിട്ട് കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പെസിഫിക് ആയി സാധനം പറഞ്ഞ് ഇന്നോവ അല്ലെങ്കിൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് അതൊക്കെ ഒബ്ജക്റ്റ് ആണ്. ഇതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇത് നല്ല മൊബൈൽ കേൾക്കാം. മൊബൈൽ എന്നുള്ളത് ക്ലാസ് ആണ്. ആ മൊബൈൽ ഒപ്പോന്റെ കമ്പനി അല്ലെ ഐഫോൺ എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പോളിമോർഫിസം? പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ മെനി ഫോം എന്നാണ്. മെനി ഫോം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോം ആണ്. ടൈപ്സ് ആണ്. ടൈപ്സ് പറഞ്ഞാൽ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അതല്ലെങ്കിൽ ഏർലി ബൈൻഡിങ്, അപ്പൊ ഇതിനെ പറഞ്ഞ പേര് ലേറ്റ് ബൈൻഡിങ്. അതുമല്ലെങ്കിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം, അപ്പൊ ഇതിനെ പറഞ്ഞ പേര് റൺ ടൈം പോളിമോർഫിസം. ഇതിന്റെ ഉള്ളിൽ 2 പേര് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റ് ഓവർലോഡിങ്ങും. 24-ാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഓൺ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിന്റെ ഓപ്പറേഷൻ ഇൻസെർഷൻ, ഡിലീഷൻ, സെർച്ചിങ്, സോർട്ടിങ്, മെർജിങ് ആൻഡ് ട്രാവേഴ്സൽ. 25-ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അൽഗോരിതം ഫോർ ക്യൂ. 6 സ്റ്റെപ്സ് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് വാല്യൂ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് വാല്യൂ ഫുൾ ആണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. if rear equal to maximum, if rear equal to n-1 ആണെങ്കിൽ ഓവർഫ്ലോ. else if ആരുമില്ല rear equal to -1 ആണെങ്കിൽ front equal to rear equal to 0. അവിടെ ഇൻസേർട്ട് ചെയ്യും.
അതിന് ശേഷം അല്ല എങ്കിൽ റിയർ ഒന്ന് അപ്പ് ചെയ്യുക, റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1 അവിടെ ഇൻസേർട്ട് ചെയ്യാം. 26ാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള എലമെന്റ് ആണ് നോഡ്. അപ്പൊ സ്ട്രക്ചർ നോഡിൽ എന്തൊക്കെ വേണം? ഡാറ്റ വേണം, അവിടെ തന്നെ ഒരു ലിങ്കും വേണം, ഒരു കണക്ഷനും വേണം, ഒരു പോയിന്റർ വേണം, നോഡിന്റെ തന്നെ പോയിന്റർ, നോഡ് സ്റ്റാർ ലിങ്ക്. 27ാമത്തെ ക്വസ്റ്റ്യൻ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. പഠിച്ച എലമെന്റ്സ് ആണ് ബോഡിയുടെ ആട്രിബ്യൂട്ട്സ്. BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്സ്. യെസ്, ലിങ്ക് എ ലിങ്ക് ബി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് സ്ക്രിപ്റ്റ് സ്കോപ്പ് അടിച്ചത് ക്ലയന്റ് ബ്രൗസർ ആണ്, ഇത് റിമൈനിങ് സെർവർ ആണ്. എക്സിക്യൂട്ട് ഓൺ ബ്രൗസർ ആണ്, എക്സിക്യൂട്ട് ഓൺ സെർവർ ആണ്. അല്ല, യൂസ്ഡ് ഫോർ വാലിഡേഷൻ പർപ്പസ് ആണ്. ഇതെന്താ? യൂസർ ടു കണക്ട് ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ റിസൾട്ട് ആണ്. ലാസ്റ്റ് വൺ ഈസ് യൂസർ കാൻ ബ്ലോക്ക്, യൂസർ കാൺ ബ്ലോക്ക്. യെസ്, 29ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് സ്ക്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് മാർക്യൂ ടാഗ്. എക്സ്പ്ലെയിൻ ദ ടാഗിനെ പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്, 2 ആട്രിബ്യൂട്ട്സ്. സ്പീഡ് നിർണ്ണയിക്കുന്ന ആളെ സ്ക്രോൾ എമൗണ്ട്, സ്പീഡ് നിർണ്ണയിക്കും. ഒന്നിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ പറഞ്ഞ പേരാണ് സ്ക്രോൾ ഡിലേ ബിറ്റ്വീൻ 2 സ്ക്രോൾ ആണ്. എത്ര ടൈംസ് വേണോ അതിനെ പറഞ്ഞ പേരാണ് ലൂപ്പ്. അതൊരു കളറിൽ വരണമെങ്കിൽ BG കളർ. യെസ്, അതിന്റെ ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഹൈറ്റ് വിഡ്ത്ത്. ഡയറക്ഷൻ തീരുമാനിക്കണമെങ്കിൽ ഡയറക്ഷൻ. യെസ്, അവിടെ തീർന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എസ് ആണ്, 5 മാർക്കിനാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് C++ പ്രോഗ്രാം എഴുതാനാണ്. അപ്പൊ കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതണം. ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ എംപ്ലോയി സ്ട്രക്ചർ വിത്ത് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി. അതിന്റെ പ്രോഗ്രാം എഴുതണം. ആഷ് ഇൻക്ലൂഡ് മുതൽ തുടങ്ങണം. മെമ്മറി സൈസ് ഓഫ് എ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ, ഇത് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ, ഇതിന്റെ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 18 ലൈൻസ് ഉണ്ടാവും. യെസ് അല്ലെ, എംപ്ലോയി നമ്പർ വേണം, എംപ്ലോയി നെയിം വേണം, സാലറി വേണം. 3 എലമെന്റ്സ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലൈൻ മുതൽ തുടങ്ങണം. ആഷ് ഇൻക്ലൂഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആഷ് ഇൻക്ലൂഡ് IO stream, യൂസ് ഇൻ നെയിം സ്പേസ്. ദെൻ നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചർ സ്റ്റുഡന്റ് എംപ്ലോയി, സ്ട്രക്ചർ എംപ്ലോയിൽ എന്തൊക്കെ വേണം? എംപ്ലോയി നമ്പർ വേണം, ഇ നെയിം വേണം, എംപ്ലോയി നമ്പർ വേണം, ഇ നെയിം വേണം, ക്യാരക്ടർ ഇ നെയിം ഓഫ് 20. ഇനിയും പ്രോഗ്രാം അറിയാത്തവർ നോക്കിക്കോട്ടോ. സാലറി വേണം, ഇൻറ്റ് സാലറി. ഇനി ഫ്ലോട്ട് സാലറി കൊടുത്താലും പ്രശ്നമില്ല. ഇത്രയും ആണ് ആദ്യത്തെ പാർട്ട്. ഇവിടെ സെമിക്കോളൻ ഇടാം. എന്നിട്ട് നമ്മളെ ഇൻറ്റ് മെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റ് മെയിൻ എഴുതി. ഇൻറ്റ് മെയിൻ എഴുതിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട പണി ഇൻറ്റ് മെയിൻ കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇതിന്റെ വേരിയബിൾ ഉണ്ടാക്കുക. എംപ്ലോയിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയി E1. അതിന്റെ E1 എന്നുള്ള ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ആ ബോക്സിൽ എംപ്ലോയി നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, സാലറി ഉണ്ട്. അതിന്റെ വാല്യൂസ് ഓരോന്ന് ചോദിക്കുക. സി ഔട്ട് എൻ്റർ എംപ്ലോയി നമ്പർ ചോദിക്കാം. അപ്പം ആള് നമ്പർ ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്യുന്നത് സി ഇൻ E1 പോവാം. E1 ഡോട്ട് എംപ്ലോയി നമ്പർ. അതേപോലെ അടുത്ത സി ഔട്ട് ചോദിക്കാം, പിന്നെ സീൻ, അടുത്ത സി ഔട്ട് ചോദിക്കാം, സീൻ. അങ്ങനെ വാല്യൂസ് റീഡ് ചെയ്യുക. ഫുള്ള് റീഡ് ചെയ്തതിന് ശേഷം ഇത് ഡിസ്പ്ലേ ചെയ്യണം. സി ഔട്ട് എംപ്ലോയി ഡീറ്റെയിൽസ്, അതാണ് ചോദ്യം. എംപ്ലോയി ഡീറ്റെയിൽസ് മെസ്സേജ് പ്രിന്റ് ചെയ്യാം. ആ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 സി ഔട്ട് വെച്ചിട്ട് അതാണ് തീർത്ത് കൊടുക്കുക. പ്രോഗ്രാം ഫുള്ള് തീർന്നു. അപ്പൊ ചെയ്യേണ്ട പണി വളരെ സിമ്പിൾ കോഡാണ്. ആ സി ഔട്ട് എങ്ങനെ വെക്കുക? സി ഔട്ട് എംപ്ലോയി നമ്പർ ഈക്വൽ ടു E1 ഡോട്ട് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം ഈക്വൽ ടു E1 ഡോട്ട് എംപ്ലോയി നെയിം. ആ രീതിയിൽ കോഡ് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. എത്ര സൈസ് ഉണ്ടാവൂടാ? ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച്. ഞാനിവിടെ കൊടുത്തത് 4 ആണ്, ഇൻറ്റീജർ ആണ്. ഇവിടെ 20 ആണ്. അപ്പൊ 20 ആയി. 20ഉം സാലറിക്ക് 4. അപ്പൊ ടോട്ടൽ 4 + 20 + 4. ഞാൻ കൊടുക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചാണ് അത് മാറുക. 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 31ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് ആണ്. 5 ഫീച്ചേഴ്സ് ആണ്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ, അതുപോലെ മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്. എഴുതാം, ഇൻഹെറിറ്റൻസ് എഴുതാം, വേണമെങ്കിൽ പോളിമോർഫിസം കൂടി എഴുതാം. ഈ 5 ഏതും എഴുതാം. അതിന്റെ ഡെഫിനിഷൻ കൂടി എഴുതി കൊടുക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് an HTML code to design a web page containing the following features. A body with pink background ആണ്.
പിങ്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ബോഡി പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. BG കളർ ഈസ് ഈക്വൽ ടു പിങ്ക് ആണ്. പോരാ, റെഡ് ഫോർഗ്രൗണ്ട് അവിടെ കുടുങ്ങി. ടെക്സ്റ്റ് ആണ് കേട്ടോ, ടെൻഷൻ ആവണ്ട, തെളിഞ്ഞ് കാണേണ്ടതാണ്. റെഡ് ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ്, അവിടെ തീർന്നു. യൂസ് ഹെഡിങ് ടാഗ്സ്. അപ്പൊ H1 വെച്ചിട്ട് എന്തെങ്കിലും സാമ്പിൾ എന്നൊക്കെ എഴുതാം. സാമ്പിൾ H1 ക്ലോസ്. അതേപോലെ ലൈൻ ബ്രേക്ക് ആണ് BR. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ HTML കോഡ് ടു ആഡ് ഇമേജ്. ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. IMG. ഏതാ ഇമേജിന്റെ പേര്? SRC. ഏതാ ഇമേജിന്റെ പേര്? test.png. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ, റൈറ്റ് ആൻ HTML കോഡ് ടു ആഡ് സ്ക്രോളിംഗ് ടെക്സ്റ്റ്. സ്ക്രോൾ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് മാർക്ക് യു. എന്തെങ്കിലും സാമ്പിൾ എന്നൊക്കെ എഴുതാം. വിവാദമില്ലാത്ത എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടാവും. എല്ലാവരും അടിപൊളിയായിട്ട് ഈ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ മുന്നോട്ടുള്ള പോരാട്ടത്തിനും കൂടെ എജുപോർട്ടുണ്ട്, സെറ്റാക്കാം. താങ്ക് യു സോ മച്ച്.